ചാലക്കുടിയിൽ LDFന് പേയ്മെന്റ് സ്വീറ്റെന്ന് ആരോപണം. LDF മുൻ സ്ഥാനാർത്ഥി ഡെന്നിസ് കെ ആന്റണിയാണ് ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത്. UDF സ്ഥാനാർത്ഥി TJ സനീഷ് കുമാർ ജോസഫ്, LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത്ത് എന്നിവർ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ജീവനെടുക്കുന്ന കേന്ദ്രങ്ങളായി സർക്കാർ ആശുപത്രികൾ മാറിയെന്ന് KC വേണുഗോപാൽ MP. ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായി 4 പേർ മരിച്ചത് ഒളിപ്പിച്ചു വെച്ചെന്ന കുടുംബത്തിന്റെ ആരോപണം പോലും ഇതാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് KC വേണുഗോപാൽ. പ്രീമിയം പെട്രോൾ വില കൂടിയതോടെ രാജ്യത്ത് സാധാരണ പെട്രോൾ ഡീസൽ വില വർദ്ധിക്കുമോ എന്ന് ആശങ്ക. ഇൻഡസ്ട്രിയൽ ഡീസലിന് ലിറ്ററിന് 22 രൂപയാണ് വർദ്ധിച്ചത്. LPG കരിഞ്ചന്ത തടയാൻ കേന്ദ്രം നടപടി ശക്തമാക്കി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ചാലക്കുടിയിൽ LDFന് പേയ്മെന്റ് സ്വീറ്റെന്ന ആരോപണം. LDF മുൻ സ്ഥാനാർത്ഥി ഡെന്നിസ് കെ ആന്റണിയാണ് ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത്. കേരള കോൺഗ്രസ് M സീറ്റിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഡെന്നിസ് മത്സരിച്ചിരുന്നു. ചാലക്കുടിയിൽ LDFന് പേയ്മെന്റ് സീറ്റെന്ന ആരോപണം. LDF മുൻ സ്ഥാനാർത്ഥി ഡെന്നിസ് കെ ആന്റണിയാണ് ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത്. തോറ്റിട്ടും 5 വർഷം മണ്ഡലത്തിൽ പ്രവർത്തിച്ചു. കൊടിയേക്കാൾ വലുത് കോടിയാണെന്ന് ഈ തെരഞ്ഞെടുപ്പ് തന്നെ പഠിപ്പിച്ചെന്ന് ഡെന്നിസ് ഫേസ്ബുക്കിൽ കുറിച്ചു. സ്ഥാനാർത്ഥിയാണെന്ന് പാർട്ടി നേതൃത്വം അറിയിച്ചു. അവസാനം ചതിച്ചു. കടുത്ത മാനസിക വിഷമം നേരിട്ടുവെന്നും അദ്ദേഹം കുറിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തു നിന്ന് ഞാൻ മാറി നിൽക്കുന്നതല്ല, മാറ്റി നിർത്തിയതാണ്, ചതിച്ചതാണ്. ചാലക്കുടിയുടെ പൊതു നന്മയ്ക്കും ആദിവാസികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരുടെ ക്ഷേമത്തിനുമായി ചാലക്കുടിയുടെ മണ്ണിൽ അലിഞ്ഞു തീരുന്നതുവരെ അക്ഷീണം പ്രവർത്തിക്കുകയും നിസ്വാർത്ഥമായി ഒരാനുകൂല്യവും ആരിൽ നിന്നും പറ്റാതെയുള്ള കഴിഞ്ഞ കാലങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നു. ഡെന്നിസ് കെ ആന്റണി കൂട്ടിച്ചേർത്തു. മീഡിയ ടൈം, ചാലക്കുടി. ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് രംഗം ഉണർന്നു. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ജനമധ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. UDF സ്ഥാനാർത്ഥി TJ സനീഷ് കുമാർ ജോസഫ്, LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത്ത് എന്നിവർ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് രംഗമുണർന്നു. UDF സ്ഥാനാർത്ഥി TJ സനീഷ് കുമാർ ജോസഫ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഉപവരണാധികാരി ചാലക്കുടി തഹസീൽദാർ B ശ്രീജയുടെ ഓഫീസിലെത്തിയാണ് പത്രിക നൽകിയത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VO പൈലപ്പൻ, എബി ജോർജ്, അഡ്വക്കേറ്റ് CG ബാലചന്ദ്രൻ, II അബ്ദുൽ മജീദ് എന്നിവരും സന്നിഹിതരായിരുന്നു. പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് ഉപവരണാധികാരി ചാലക്കുടി തഹസീൽദാർ B ശ്രീജയുടെ ഓഫീസിലെത്തി പത്രിക നൽകിയത്. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബിജു എസ് ചിറയത്ത് ഉപവരണാധികാരി ചാലക്കുടി തഹസീൽദാർ B ശ്രീജയുടെ ഓഫീസിലെത്തി തന്നെയാണ് പത്രിക നൽകിയത്. CPIM ഏരിയ സെക്രട്ടറി KS അശോകൻ, CPI സംസ്ഥാന മുൻ എക്സിക്യൂട്ടീവ് അംഗം AK ചന്ദ്രൻ, കേരള കോൺഗ്രസ് M സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പർ ബേബി മാത്യു കാവുങ്കൽ, RJD നിയോജക മണ്ഡലം പ്രസിഡന്റ് പോൾ പുല്ലൻ എന്നിവരും സന്നിഹിതരായിരുന്നു. മീഡിയ ടൈം, ചാലക്കുടി. കയ്പമംഗലത്ത് UDF LDF മുന്നണി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരി തൃശൂർ ഡെപ്യൂട്ടി കളക്ടർ സിസിലി ആന്റണി മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായി എത്തിയാണ് സ്ഥാനാർത്ഥികൾ കളക്ടറേറ്റിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. LDF കയ്പമംഗലം നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി KK വത്സരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തൃശൂർ ഡെപ്യൂട്ടി കളക്ടർ സിസിലി ആന്റണി മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. ഇടതുമുന്നണി ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ TK സുധീഷ്, KS ജയ, മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ്, CPM ജില്ലാ കമ്മിറ്റി അംഗം KV രാജേഷ്, അഡ്വക്കേറ്റ് ജ്യോതി പ്രകാശ്, മഞ്ജുള അരുണൻ, CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് AD സുദർശനൻ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു, ജനാധിപത്യ ജനതാദൾ നേതാവ് KV ഹൈദ്രോസ്, കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരുൺകുമാർ തുടങ്ങിയ നേതാക്കൾ സന്നിഹിതരായിരുന്നു. തൃശൂരിൽ നിന്നും ജനപ്രതിനിധികൾക്കും LDF നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒപ്പം പ്രകടനമായെത്തിയാണ് കളക്ടറേറ്റിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ LDF സ്ഥാനാർത്ഥി എത്തിയത്. UDF കയ്പമംഗലം മണ്ഡലം സ്ഥാനാർത്ഥി TM നാസർ വരണാധികാരി ഡെപ്യൂട്ടി കളക്ടർ മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. UDF നേതാക്കളായ CS രവീന്ദ്രൻ, CC ബാബുരാജ്, PS മുജീബ് റഹ്മാൻ, അഡ്വക്കേറ്റ് VM മൊഹീദ്ദീൻ, PP ജോൺ, സിദ്ദിഖ്, ഇഷാബ് കുര്യാപ്പള്ളി എന്നിവർ സന്നിഹിതരായിരുന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ജീവനെടുക്കുന്ന കേന്ദ്രങ്ങളായി സർക്കാർ ആശുപത്രികൾ മാറിയെന്ന് KC വേണുഗോപാൽ MP. ചികിത്സാ പിഴവിൽ മാത്രമല്ല, ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായി 4 പേർ മരിച്ചത്
ഒളിപ്പിച്ചു വെച്ചെന്ന കുടുംബത്തിന്റെ ആരോപണം പോലും ഇതാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് KC വേണുഗോപാൽ മാളയിൽ പറഞ്ഞു. ഇന്ന് രാവിലെ പത്രം നോക്കിയപ്പോൾ ടെലിവിഷനിൽ കാണുന്ന വാർത്ത പത്രമല്ല, ടെലിവിഷനിൽ കണ്ട വാർത്ത തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീപിടുത്തമുണ്ടായിട്ട് 4 പേര് മരിച്ചു എന്ന് ഫാമിലി പറയുന്നു. തീപിടുത്തമുണ്ടായ ദിവസങ്ങൾക്ക് മുമ്പാണ്. ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് സർക്കാർ എന്നാണ് കുടുംബം പറയുന്നത്. ഒളിപ്പിച്ചു വെച്ചു എന്നാണ് കുടുംബം പറയുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ, കോഴിക്കോട്, വയനാട്, തൃശ്ശൂരിൽ, പാലക്കാട് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കേണ്ട സർക്കാർ ആശുപത്രികൾ ആളെ കൊല്ലുന്ന കേന്ദ്രങ്ങളാക്കി മാറ്റിയതാണോ 5 കൊല്ലക്കാലത്തെ നിങ്ങളുടെ നേട്ടം? സർക്കാർ ആശുപത്രികളാണ് ഇന്ന് ഏറ്റവും ചിലവുള്ള കാര്യമായിട്ട്, ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് ജനങ്ങൾ കാണുന്നത്. ആശുപത്രിയിലെ ചികിത്സാ ചെലവുകളാണ്, ആശുപത്രി പ്രവേശനമാണ്. ഈ കഴിഞ്ഞ 10 കൊല്ലം, പ്രത്യേകിച്ച് വിശിഷ്യായി 5 കൊല്ലം എടുത്തു നോക്കിയാൽ അറിയാം, ജനങ്ങളെ രക്ഷിക്കേണ്ട, ജീവൻ രക്ഷിക്കേണ്ട കേന്ദ്രങ്ങൾ ജീവനെ ഇല്ലാതാക്കുന്ന കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് ഈ സർക്കാർ ചെയ്യുന്നത്. ശ്രീകുരുമ്പക്കാവിൽ 10,000 അശ്വതി കാവു തീണ്ടി. നിലപാട് തറയിൽ എഴുന്നള്ളിയ തമ്പുരാൻ ഗോദവർമ്മരാജ കാവു തീണ്ടാൻ അനുമതി നൽകിയതിനെ സൂചിപ്പിച്ച് കീഴ്ശാന്തി ചെമ്പട്ടുകുട ഉയർത്തിക്കാണിച്ചു. ഇതോടെ പടിഞ്ഞാറേ നടയിൽ പാലക്കൽ വേലൻ ആദ്യം കാവു തീണ്ടി. പിന്നാലെ കോമരങ്ങളും ഭക്തരും കാവു തീണ്ടി. ശ്രീകുരുമ്പക്കാവിൽ 10,000 അശ്വതി കാവു തീണ്ടി. അശ്വതി നാളിൽ രാവിലെ ക്ഷേത്രാധികാരിയായ വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണി രാജ പല്ലക്കിൽ ബലിപ്പുരയിൽ എത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ഭഗവതിക്ക് ചികിത്സ വിധിക്കുന്ന പാലക്കൽ വേലൻ ദേവിദാസൻ പടിഞ്ഞാറേ നടയിൽ പീഠമിട്ടിരുന്നു. കുന്നത്തുമഠം പരമേശ്വരനുണ്ണി അടികൾ, മഠത്തിൽ മഠം രവീന്ദ്രനാഥൻ അടികൾ എന്നിവർ ചേർന്നാണ് പൂജകൾ നിർവഹിച്ചത്. പുതിയ പൂജാപാത്രങ്ങൾ ഉപയോഗിച്ച് കരിക്കിൻ വെള്ളം ചേർത്ത് മഞ്ഞൾപ്പൊടി കുഴമ്പ് രൂപത്തിലാക്കി തൃച്ചന്ദനമാക്കി ഭഗവതിക്ക് ആറാടി. പൂജകൾ പൂർത്തിയാക്കി അടികൾമാരും തമ്പുരാൻ ഗോദവർമ്മ രാജ, ക്ഷേത്രം തന്ത്രി താമരശ്ശേരി മേക്കാട്ടുമന ശങ്കരൻ നമ്പൂതിരിപ്പാടും മറ്റ് പരിവാരങ്ങളും കിഴക്കേ നടയിലൂടെ പുറത്തിറങ്ങി. തമ്പുരാൻ അടികൾമാർക്ക് അധികാരദണ്ഡ് കൈമാറി. തുടർന്ന് നിലപാടുതറയിൽ എഴുന്നള്ളിയ തമ്പുരാൻ ഗോദവർമ്മ രാജ കാവു തീണ്ടാൻ അനുമതി നൽകിയതിനെ സൂചിപ്പിച്ച് കീഴ്ശാന്തി ചെമ്പട്ടുകുട ഉയർത്തിക്കാണിച്ചു. ഇതോടെ പടിഞ്ഞാറേ നടയിൽ പാലക്കൽ വേലൻ ആദ്യം കാവു തീണ്ടി. പിന്നാലെ കോമരങ്ങളും ഭക്തരും കാവു തീണ്ടി. നിലപാടുതറയിലെത്തി വലിയ തമ്പുരാന്റെ അനുഗ്രഹം വാങ്ങി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. പ്രീമിയം പെട്രോൾ വില കൂടിയതോടെ രാജ്യത്ത് സാധാരണ പെട്രോൾ ഡീസൽ വില വർദ്ധിക്കുമോ എന്ന് ആശങ്ക. ഇൻഡസ്ട്രിയൽ ഡീസലിന് ലിറ്ററിന് 22 രൂപയാണ് വർദ്ധിച്ചത്. LPG കരിഞ്ചന്ത തടയാൻ കേന്ദ്രം നടപടി ശക്തമാക്കിയിട്ടുണ്ട്. 2 ഇന്ത്യൻ LPG കപ്പലുകൾ കൂടി ഹോർമോസ് കടലെടുക്ക് കടക്കാൻ ഒരുങ്ങുന്നു എന്നതാണ് വിവരം. പ്രീമിയം പെട്രോളിന് 2 രൂപ 35 പൈസ വരെയും വ്യാവസായിക ആവശ്യങ്ങൾക്കായി വൻതോതിൽ ഡീസൽ വാങ്ങുന്നവർക്ക് ലിറ്റർ 22 രൂപയോളവുമാണ് വില വർധനവുണ്ടായത്. ഇറാൻ ഇസ്രയേൽ സംഘർഷം തുടർന്നാൽ സാധാരണ പെട്രോളിനും ഡീസലിനും വില കൂടുമെന്നാണ് സൂചന. LPG ക്രമക്കേടുകൾ നടത്തുന്നവർക്കെതിരെ കേന്ദ്ര സർക്കാർ നടപടികൾ ശക്തമാക്കി. എണ്ണ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ ഉൽപ്പാദനം, ഇറക്കുമതി, സ്റ്റോക്ക് നില എന്നിവ അറിയിക്കണമെന്നാണ് നിർദ്ദേശം. ഗ്യാസ് വിതരണക്കാർ, പൈപ്പ് ലൈൻ ഓപ്പറേറ്റർമാർ, പ്രകൃതിവാതക ഇറക്കുമതിക്കാർ തുടങ്ങിയവർ എല്ലാ ദിവസവും സമഗ്രമായ വിവരങ്ങൾ കൈമാറണം. ഊർജ്ജ മേഖലയിലെ ആക്രമണങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുന്നതിനിടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കർ കാനഡ, ഓസ്ട്രേലിയ വിദേശകാര്യമന്ത്രിമാരുമായി സംസാരിച്ചു. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ ചർച്ചയായി. 2 ഇന്ത്യൻ കപ്പലുകൾ കൂടി ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ തയ്യാറെടുക്കുകയാണ്. LPG ടാങ്കറുകളായ പൈൻ ഗ്യാസ്, ജഗ് വസന്ത് എന്നീ കപ്പലുകളാണ് ഹോർമൂസ് കടക്കുക എന്നാണ് വിവരം. മീഡിയ ടൈം, കൊച്ചി. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VR സുനിൽകുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. റിട്ടേണിംഗ് ഓഫീസർ കൊടുങ്ങല്ലൂർ തഹസിൽദാർ മുൻപാകെ 2 സെറ്റ് പത്രികകളാണ് നൽകിയത്. കൊടുങ്ങല്ലൂർ ഭരണിയോടനുബന്ധിച്ച് കാവുതീണ്ടലിന്റെ ഭാഗമായി നഗരത്തിലെ ശക്തമായ ജനത്തിരക്കിനിടയിലൂടെ പ്രവർത്തകരോടൊപ്പം ജാഥയായി എത്തിയാണ് സുനിൽകുമാർ പത്രിക സമർപ്പിക്കുവാൻ എത്തിച്ചേർന്നത്. LDF നേതാക്കളായ PK ഡേവിസ്, KV വസന്തകുമാർ, M രാജേഷ്, KM മുസ്താഖ് അലി, CC വിപിൻ ചന്ദ്രൻ, KR ജൈത്രൻ, PP സുഭാഷ്, TK സന്തോഷ്, KK അപ്പുക്കുട്ടൻ,
വേണു വെണ്ണറ, അരുൺ മേനോൻ, റഹീം പള്ളത്ത്, KS ഖൈസാബ് എന്നിവർ ഒപ്പമുണ്ടായി. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പട്ടിക ദുരൂഹമാണെന്ന് കോൺഗ്രസ് സംഘടനാ സെക്രട്ടറി KC വേണുഗോപാൽ. കൊടുങ്ങല്ലൂരിൽ UDF സ്ഥാനാർത്ഥി OJ ജനീഷിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇലക്ഷൻ കമ്മീഷൻ ദിവസം കുറച്ച് നന്നായി, അത്ര ദിവസം കാത്തിരുന്നാൽ മതി ഇവരെ മാറ്റുന്ന തീരുമാനിക്കുന്നു. പക്ഷെ അവിടെ ഒരു കൊല്ലാപ്പിള്ളർ എന്നിട്ടും കാത്തിരിക്കണം 20 ദിവസം റിസൾട്ട് വരാൻ. ഈ ധൃതി പിടിച്ച് സമയമൊന്നും കൊടുക്കാതെ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ അതിന്റെ പിറ്റേന്ന് റിസൾട്ട് പ്രഖ്യാപിക്കുന്നു. അതില്ല, അത് 4-ാം തീയതി. അതുകൊണ്ട് ഈ മുഖ്യനടത്തിലുണ്ടായിരുന്ന ജനവികാരം കേരളമാകുവാൻ ആഞ്ഞു നിൽക്കുകയാണ്. ഇത് നമുക്ക് ചെറുതായി കാണാൻ കഴിയില്ല. നമ്മൾ വെറും ജനവികാരം മാത്രമായി മാറ്റം ഉണ്ടാകും, മാറ്റം വരും, നമ്മൾ ഭരിക്കും. അത് വെറുതെ അല്ല. ഈ ബെന്നി ബെഹനാൻ ചെയർമാനായിട്ടുള്ള മാനിഫെസ്റ്റോ കമ്മിറ്റി കൃത്യമായി പഠിച്ച് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടി ഓരോ സ്ഥലത്ത് പോയി സിറ്റിംഗ് നടത്തി എല്ലാ പ്രമുഖന്മാരുടെയും അഭിപ്രായം തേടി കേരളം എങ്ങനെ മാറ്റിയെടുക്കണം, 10 കൊല്ലക്കാലമായി പിന്നോട്ട് വരുന്ന ഈ കേരളത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കണമെന്ന് കൂലംകുഷമായി ചിന്തിച്ചിട്ട്. പാലക്കാട്, തൃശൂർ ജില്ലകളിലെ സ്ഥാനാർത്ഥി പട്ടിക കണ്ടാൽ ഇത് വ്യക്തമാകും. ഇടതുപക്ഷവും BJPയും പരസ്പരം സഹകരിച്ച് മത്സരിക്കാനാണ് പരിപാടിയെന്ന് മനസ്സിലാക്കാം. പക്ഷേ ഇത്തവണ ഈ സഖ്യത്തെ ജനം തോൽപ്പിക്കുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. KPCC ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ അധ്യക്ഷനായി. ബെന്നി ബെഹനാൻ MP, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, KPCC ജനറൽ സെക്രട്ടറിമാരായ ജോസ് വള്ളൂർ, MP വിൻസെന്റ്, സുനിൽ അന്തിക്കാട്, KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ്, DCC ജനറൽ സെക്രട്ടറിമാർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. മാളയിലെ പൊതുപ്രവർത്തകനെ ഗ്രാമപഞ്ചായത്ത് അംഗം വീട്ടിൽ കയറി ആക്രമിച്ചെന്ന് പരാതി. മാള കോട്ടമുറി ആത്തപ്പള്ളി വീട്ടിൽ സന്തോഷിനെയാണ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ജോഷി കാഞ്ഞൂത്തറ ആക്രമിച്ചത്. വീടിന്റെ മുറ്റത്ത് വെച്ച് കൈപിടിച്ച് തിരിക്കുകയും പുറത്ത് ഇടിക്കുകയും ചെയ്തതായി മാള പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. താൻ പഞ്ചായത്ത് ഇലക്ഷനിൽ സ്വതന്ത്രനായി മത്സരിച്ചതിലുള്ള വിരോധം മൂലമാണ് ജോഷി തന്നെ ആക്രമിച്ചതെന്ന് സന്തോഷിന്റെ പരാതിയിൽ സൂചിപ്പിക്കുന്നു. വെള്ളിയാഴ്ചയാണ് സംഭവം നടന്നത്. മാള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. വൈക്കോൽ കയറ്റി വന്ന ലോറിക്ക് തീപിടിച്ചത് ഒരു നാടിനെ പരിഭ്രാന്തിയിലാഴ്ത്തി. കോട്ടയത്ത് നിന്നും വൈക്കോൽ കയറ്റി വന്ന ലോറി മാള തുമ്പരശ്ശേരിയിൽ വൈക്കോൽ ഇറക്കി തൃശൂരിലേക്ക് പോകുന്നതിനിടയിലാണ് തീപിടുത്തമുണ്ടായത്. നാട്ടുകാർ വെള്ളമൊഴിച്ച് തീകെടുത്താൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. തുടർന്ന് ഡ്രൈവർ ലോറിയെടുത്ത് പോവുകയായിരുന്നു. വഴിയരികിൽ പലയിടത്തും കത്തിയ വൈക്കോൽ റോഡിലേക്ക് തെറിച്ചു വീണു. ഒടുവിൽ ചാലക്കുടി പാലത്തിന് സമീപം വാഹനം നിർത്തി ഫയർഫോഴ്സ് തീകെടുത്തി. ആളൂരിനു സമീപം വെള്ളാഞ്ചിറയിൽ ലിവിംഗ് ടുഗദറായി വാടകയ്ക്ക് താമസിച്ചിരുന്ന യുവതിയെ തീപ്പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തി. കണ്ണൂർ വാവടി വീട്ടിൽ സ്വദേശി 30 വയസ്സുള്ള ലീനയെയാണ് പൊള്ളലേറ്റ നിലയിൽ കണ്ടത്. ആൺ സുഹൃത്ത് വിയാർപുരം ശാസ്താംകുന്ന് സ്വദേശി ശരത്ത് വിഷ്ണു എന്ന തമ്പുരാൻ ശരത്ത് പോലീസ് കസ്റ്റഡിയിൽ. ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. ഇവർ തമ്മിലുണ്ടായ വഴക്കിനെ തുടർന്ന് തീ കൊളുത്തുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. യുവതിയെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ആളൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊടുങ്ങല്ലൂർ ടൗൺ സഹകരണ ബാങ്ക് ജീവനക്കാരുടെ കൂട്ടായ്മ സമന്വയ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി ഉത്സവത്തിനെത്തുന്ന ഭക്തർക്ക് ഭക്ഷണം വിതരണം ചെയ്തു. ബാങ്ക് ജനറൽ മാനേജർ സനൽ ചാക്കോ ഭക്ഷണ വിതരണം ഉദ്ഘാടനം നിർവഹിച്ചു. സമന്വയ പ്രസിഡന്റ് OP സുരേഷ്, സെക്രട്ടറി P പ്രസാദ്, TT രമേശ്, വിമൽനാഥ്, ആകാശ്, ഷനിൽ, AS സുനിൽകുമാർ, ജയകുമാർ, അർജുൻ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടിയിൽ LDFന് പേയ്മെന്റ് സ്വീറ്റെന്ന് ആരോപണം. LDF മുൻ സ്ഥാനാർത്ഥി ഡെന്നിസ് K ആന്റണിയാണ് ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത്. UDF സ്ഥാനാർത്ഥി TJ സനീഷ് കുമാർ ജോസഫ്, LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത്ത് എന്നിവർ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ജീവനെടുക്കുന്ന കേന്ദ്രങ്ങളായി സർക്കാർ ആശുപത്രികൾ മാറിയെന്ന് KC വേണുഗോപാൽ MP. ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായി 4 പേർ മരിച്ചത് ഒളിപ്പിച്ചു വെച്ചെന്ന കുടുംബത്തിന്റെ ആരോപണം പോലും ഇതാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് KC വേണുഗോപാൽ.
പ്രീമിയം പെട്രോൾ വില കൂടിയതോടെ രാജ്യത്ത് സാധാരണ പെട്രോൾ ഡീസൽ വില വർദ്ധിക്കുമോ എന്ന് ആശങ്ക. ഇൻഡസ്ട്രിയൽ ഡീസലിന് ലിറ്ററിന് 22 രൂപയാണ് വർദ്ധിച്ചത്. LPG കരിഞ്ചന്ത തടയാൻ കേന്ദ്രം നടപടി ശക്തമാക്കി. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.